നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു വാക്ക് ഗുരുക്കന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സതി സമ്പജാനു, സതോ സമ്പജാനു. സതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തുള്ള ജാഗ്രത, അതല്ലെങ്കിൽ 4 സതിപഠാനത്തെയാണ് സതോ എന്ന് പറയുന്നത്. ഈ സമ്പജാനം എന്ന് പറയുന്നത് എന്താണ്? സതിപഠാന സൂത്രത്തിൽ ഒരു സൂത്രമുണ്ട്, സമ്പജാന പർവം. സമ്പജാന പർവം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തിൽ തന്നെ വയ്ക്കുന്നു. അതായത് നടക്കുകയാണ്, നമ്മൾ ഇരിക്കുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ്, അതേപോലെ തന്നെ കുളിക്കുകയാണ്, വസ്ത്രം ധരിക്കുകയാണ്, കിടക്കുകയാണ്, വായിക്കുകയാണ്, പഠിക്കുകയാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും, എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എൻ്റെ ശരീരം ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രജ്ഞാപൂർവം നമ്മൾ അറിയണം. നമ്മുടെ മനസ്സിനെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിർത്തണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളുടെ അവെയർനെസ് അല്ലെങ്കിൽ സതി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കൂടും. നമ്മൾ എല്ലാ സമയത്തും ധ്യാനാവസ്ഥയിലായാലും നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകും. പക്ഷേ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അവർ ഇരുന്ന് മാത്രമേ ധ്യാനം ചെയ്യുള്ളൂ. അങ്ങനെ ധ്യാനം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ധ്യാനം നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. കാരണം കുറച്ച് സമയം നമ്മൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, അതിനുശേഷം നമ്മൾക്ക് എഴുന്നേറ്റ് പല കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ബുദ്ധൻ ഈ നടന്നുകൊണ്ടുള്ള ധ്യാനത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാക്കിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ നടന്നുകൊണ്ടുള്ള ധ്യാനം നമ്മൾ അഭ്യസിക്കണം. അങ്ങനെ നമ്മുടെ സമ്പജാനം നമ്മൾ കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. എങ്കിൽ നമ്മൾ പെട്ടെന്ന് മുക്തിയിലേക്ക് പോകും.